ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഗുരുവായൂരാണുള്ളത്. ഇത് വെസ്റ്റ് നടയാണ്. ഇപ്പോൾ വന്നതേ ഉള്ളൂ. എറണാകുളം പ്രീമിയം ടു എറണാകുളം ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കാണണം. കാണാത്തവർ പോയി കാണുക. അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എന്നാലേ നോട്ടിഫിക്കേഷൻസ് വരെയുള്ളൂ. ഇല്ലെങ്കിൽ കണ്ടില്ലേ കേട്ടില്ലെന്നൊന്നും പറയരുത്. അപ്പോൾ നമ്മളിനി ഇപ്പം ഹോട്ടലിലോട്ട് പോകും, ചെക്ക് ഇൻ ചെയ്യും, ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമ്മൾ തൊഴാൻ വരണം. അപ്പം ഇന്നും നാളെയുള്ള ഗുരുവായൂരിലുള്ള വ്ളോഗ്സ് എല്ലാം ഈ ഒരു കുഞ്ഞു വ്ളോഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാം ഞാൻ ഷൂട്ട് ചെയ്യും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാം ഷൂട്ട് ചെയ്യും. അപ്പോൾ ഓക്കെ, നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട്. സോ ഗൈസ്, ഞാൻ പറയുന്നതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് നോയ്സസൊക്കെ നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യണം. മൈക്കില്ലാത്തതിൻ്റെ പ്രശ്നമാണ്, അത് നമുക്ക് ശരിയാക്കാം. അപ്പോൾ നമുക്കിനി ചെക്ക് ഇൻ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് പുറത്തെ ആംബിയൻസ്. സോ ഞങ്ങൾ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലാണ് റൂം ബുക്ക് ചെയ്തിരുന്നത്. നല്ല ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ഗൈസ്, നല്ല റൂംസ് ആയിരുന്നു. ഇതായിരുന്നു അവിടുത്തെ ഫുൾ ആംബിയൻസ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പം പിന്നെന്താ, ഞങ്ങൾ അതിനുശേഷം റൂമിലോട്ട് പോയി. അപ്പോൾ ഫ്രഷൊക്കെ ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ഒരുങ്ങി റെഡിയായി അമ്പലത്തിലോട്ട് പോവുകയാണ് ഗൈസ്. നേരെ നമ്മൾ അപ്പം ഇനി അമ്പലത്തിൽ എത്തിയിട്ട് കാണാം. ബൈ ഗൈസ്, നമ്മൾ തൊഴുതിറങ്ങി ഗൈസ്. ഇതാണ് ഗൈസ് ഇവിടുത്തെ സ്ട്രീറ്റ്. സോ ഗൈസ്, ഒരുപാട് കടകളുണ്ടായിരുന്നു ഗൈസ്. അമ്പല പരിസരം അറിയാമല്ലോ. ഇതൊരു ഉത്സവ പറമ്പിൽ പോയ ഒരു ഫീലാണ് ഗൈസ് ഉണ്ടായത്. ഇതിൻ്റെ എല്ലാം ഒരു സെപ്പറേറ്റ് വ്ളോഗ് തന്നെ വരുന്നുണ്ട്, ഗുരുവായൂർ എക്സ്പ്ലോറിങ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട്. അത് ഉടനടി ഉണ്ടാവും. സോ വെയിറ്റ് ഫോർ ദാറ്റ്. നമ്മൾ തൊഴുതിറങ്ങി ഗൈസ്. ശിവേലി തൊഴുതു, തൃപ്പുക തൊഴുതു. അവിടുത്തെ പ്രസാദം കിട്ടി, കഴിച്ചു. തൃപ്പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ തൊഴുതിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് എന്തോ എക്സ്പ്ലെയിൻ എനിക്കത്ര തൃപ്പുക എന്ന് പറയുമ്പോഴത്തേക്കും നെയ്യ് നമുക്കെല്ലാവർക്കും തരും. ജസ്റ്റ് ഒരു തുള്ളിയേ കിട്ടത്തുള്ളൂ. ബട്ട് ദാറ്റ് ഈസ് എൻ ഐശ്വര്യം ഗൈസ്. അപ്പോൾ ഗുരുവായൂർ വന്നിട്ടില്ലാത്തവർ ഉറപ്പായും വരേണ്ടതാണ്. വൈകുന്നേരം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശിവേലി, എഴുന്നള്ളത്ത്, തൃപ്പുക ഇതൊക്കെ കാണാം ഗൈസ്. ഇപ്പോൾ എല്ലാവരും നിർമ്മാല ദർശനത്തിന് ഭയങ്കര ക്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങി. ഇനി ഞങ്ങൾ സമയം ഇപ്പോൾ 11 മണിയാണ് ഗൈസ്. രാത്രി 11 മണിയാണ് ഗൈസ്. ഞങ്ങൾ ഇതുവരെ ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഫുഡ് കഴിക്കാൻ പോയൊന്നും എടുത്തിട്ടില്ല. അത് ഗുരുവായൂർ എക്സ്പ്ലോറിങ് വ്ളോഗിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണല്ലേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, നമ്മൾ ശരവണ ഭവനിൽ ഫുഡ് കഴിക്കാൻ വന്നു ഗൈസ്. മണി രാത്രി 11:45. ഓക്കെ ഗൈസ്, ഞങ്ങൾ റൂമിലെത്തി. ഇനി സമയം ഇപ്പോൾ തന്നെ 12. രാവിലെ 3 മണിക്ക് എണീക്കണം. ഉറങ്ങിയാൽ എണീക്കും. നമ്മളിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരിക്കും. ചിലപ്പോൾ കുറച്ച് നേരം കിടക്കും. ബാക്കി വ്ളോഗ് നാളെ കണ്ടിന്യൂ ആകുന്നതായിരിക്കും. മോർണിംഗ് ഗൈസ്, സമയം ഇപ്പോൾ 3 മണിയായിട്ടുണ്ട്. എണീറ്റു. ജസ്റ്റ് കുറച്ച് നേരം ഉറങ്ങി എണീറ്റു. പോയി കുളിക്കണം, പല്ലിക്കണം, റെഡിയാവണം. റെഡിയായിട്ട് വരാം. ഹായ് ഗായ്സ്, ഞങ്ങൾ ഒരുങ്ങി റെഡിയായി. സുന്ദരികളെ കണ്ടു. സുന്ദരി നമ്പർ 1, സുന്ദരി നമ്പർ 2. ഓക്കെ ഗൈസ്, ഞങ്ങൾ റെഡിയായി. ഇനി നേരെ അമ്പലത്തിൽ പോകണം. താഴെ പ്രവീണങ്ങളും അപ്പൂപ്പിനെല്ലാം റെഡി ആയിക്കൊണ്ട് നമ്മൾ നേരെ അമ്പലത്തിൽ തൊഴാൻ പോവുകയാണ് ഗൈസ്.
അപ്പം ഫോൺ അലോഡല്ല. ബാക്കി ഇനി തൊഴുതിറങ്ങിയിട്ട് കാണിക്കാം. ബൈ. നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഗൈസ്. റൂമിലോട്ടൊന്ന് വന്നതാണ് ഫോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ചായ കുടിക്കാൻ പോകണം ഗൈസ്. ചായ കുടിക്കാൻ പോകണം. ചായ കോഫിയൊക്കെ കുടിച്ചിട്ട് ബാക്കി. സോ ഗൈസ്, ഞങ്ങൾ ഡയറക്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി. ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഗസ്റ്റ് ഹൗസിൻ്റെ താഴെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെയാണ് കയറിയത്. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കൊക്കെ വിശന്നു തുടങ്ങി. അപ്പൂപ്പനും അമ്മൂമ്മ എന്ന് പറയുന്നത് പ്രവീൺ ഞങ്ങളുടെ അച്ഛനും അമ്മയാണ്. ആ പ്രവീൺ ഞങ്ങളെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൂപ്പൻ വൺ കോമഡിയാണ് ഗൈസ്. നമുക്ക് പറ്റിയ ആളാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയം പോണതേ അറിയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. റൂമിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി. ഇനി നമ്മൾ എവിടെ ഏതൊരു മമ്മിയൂർ അമ്പലത്തിൽ പോകും. അതിനുമുമ്പ് ഇവിടെ നമ്മുടെ റൂം ഇതാണ് ഗൈസ്. റൂം അകത്തുള്ളത് ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, കാണിച്ചു തരും. ഇനി ഗുരുവായൂർ ജസ്റ്റ് ഫ്രണ്ട് നടയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മമ്മിയൂർ അമ്പലത്തിലോട്ട് പോകും ഗൈസ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ബൈ. ഇതായിരുന്നു ഗൈസ് ഞങ്ങളുടെ റൂം. പറയാണ്ടിരിക്കാൻ വരിക, നല്ല റൂമായിരുന്നു, നല്ല സർവീസായിരുന്നു. സോ നിങ്ങൾ ആരെങ്കിലും ഗുരുവായൂർ പോകുന്നുണ്ടെങ്കിൽ ദേവസ്വം ബോർഡിലുള്ള ശ്രീവത്സം റെസ്റ്റോറൻറ്റിൽ റൂം ബുക്ക് ചെയ്യുക. ഇനി അടുത്തത് ആനക്കുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം. ഗൈസ്, നമ്മൾ ആനക്കുട്ടില്ലേ ആനക്കുട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. കുറച്ച് ക്ലിപ്സൊക്കെ നിങ്ങൾ ഇനി കണ്ടിട്ട് വായു. ഗൈസ്, ഞങ്ങളങ്ങനെ ആനക്കൂട്ടിലെത്തി. ഇത് ഓൾറെഡി നമ്മുടെ ട്രിവാൻഡ്രത്തുണ്ട്. ആനയുടെ കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലമില്ല, അതുപോലത്തെ ഒരു സ്ഥലമാണ്. ഞാൻ അധികം ക്ലിപ്സൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യാം. ഈ ആനക്കൂട്ടിൽ വന്നത് മാത്രമായിട്ട് ഒരു ഷോർട്സായിട്ട് എടുത്തിട്ടുണ്ട്, അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. സോ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചൊന്ന് കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. സൗണ്ടാണ് ഗൈസ്, നിങ്ങൾ സൗണ്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്യണം. ഞങ്ങളിപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ഉച്ചഭക്ഷണം, അമ്പലത്തിൽ നിന്നുള്ള ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. സോ അതിൻ്റെ അകത്തോട്ട് ഫോൺ അലോഡല്ല. ഫോൺ അലോഡല്ല. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മൾ ഈ ഗുരുവായൂർ ബ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു കുട്ടി വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അടുത്തൊരു അടിപൊളി വ്ളോഗുമായി അല്ലെങ്കിൽ ഷോർട്സുമായി ഞാൻ വരുന്നതായിരിക്കും.